സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് 17-ാം തീയതിയാണ്. നമുക്കിന്ന് മാർക്കറ്റൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ചാർട്ട്. ഞാനിപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്നില്ല. എൻ്റെ ക്യാപിറ്റലൊക്കെ ഏറെക്കുറെ വൈപ്പൗട്ടായി പോയി ഞാൻ ട്രേഡ് ചെയ്തു. സോ ഞാനിപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് അനലൈസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ ട്രേഡ് എടുക്കാറില്ല. ഡേ ബൈ ഡേ ചാർട്ടുകൾ ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ കൂടുതലുള്ളത് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് ആണ്. ഓക്കെ, പിന്നെ ലിക്വിഡിറ്റി ഏറെക്കുറെ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. സോ ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഏതൊക്കെ പൊസിഷനിൽ നിന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് മാർക്കറ്റ് എത്ര മണിക്ക് കൃത്യം ഓപ്പണായി? 9:16 9:15 മാർക്കറ്റ് ഓപ്പണായി. സോ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്കൊരു ചെറിയൊരു ട്രെൻഡ് ലൈൻ വരച്ചു നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, മാർക്കറ്റ് ഒരു ബെയറിഷ് ആയിട്ടുള്ള സിഗ്നലാണ് തന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിന് ചെറുതായിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഫൈൻ. അത് ഓക്കെ, ഇതിന് ചെറുതായിട്ടൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. സോ മാർക്കറ്റ് ഒരു കൃത്യം എത്ര മണി? 9:27 1 മിനിറ്റ് ക്യാൻഡിൽ 9:27 എൻ്റെ ഒരു ഇതനുസരിച്ച്, എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ജസ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നിരുന്നു. ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണത് ഈ 9:27 ഫോം ആയിരിക്കുന്നത്. സോ ഞാൻ ഇന്ന് ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ ഫസ്റ്റ് ഞാനിന്ന് പുട്ട് ബൈ ചെയ്തേനെ. ഈ ക്യാൻഡിൽ ക്ലോസ് ആയ ശേഷം ഞാൻ ഇവിടുന്ന് പുട്ട് ബൈ ചെയ്തേനെ. സോ ഈ ക്യാൻഡിൽ തൊട്ട് മേലെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതിന് ശേഷം മാർക്കറ്റ് പോയ താഴോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിരുന്നു. അതായത് ഞാനത് മറ്റേ ഷോർട്ട് പൊസിഷൻ വെച്ച് കാണിച്ചുതരാം. ടാർഗറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹിറ്റാണ്. ഞാൻ ഇത്രയൊന്നും ബുക്ക് ചെയ്യില്ല. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 or 2 ആണ്. ഓക്കെ, ഫൈൻ. മേ ബി സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാറുമുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് കൂടുതൽ എനിക്ക് നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ക്യാപിറ്റലൊക്കെ വൈപ്പൗട്ടായി പോയത്. ആൻഡ് ഓക്കെ, അതാണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുക എന്നാണ് ഞാൻ ട്രേഡ് എടുക്കാനുള്ള ലെവൽസ് ഇന്ന്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി കൺസെപ്റ്റ് അനുസരിച്ചുള്ള ട്രേഡാണ്. 11-12 റേഞ്ചിന് ഒരു നല്ലൊരു ഹ്യൂജ് ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റ് പെട്ടെന്ന് സഡൻ ആയിട്ട് റൈസ് ആയിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് തന്നെ അതേ ലെവലിൽ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി വരികയും ചെയ്തു. സോ അവിടുന്ന് മെല്ലെ മെല്ലെയാണ് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയത്. സോ ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നൊരു ഇതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മാർക്കറ്റ് വീണ്ടും അതേ റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വന്ന് മെല്ലെ 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 കയറിപ്പോയി വീണ്ടും അതേ റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു പുട്ട് ബൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. സോ എങ്ങനെയെങ്കിലും അതും ഇത്രയും ഞാൻ ബുക്ക് ചെയ്യില്ല. ഏറെക്കുറെ 1:2 or 3 ആ റേഞ്ച് ബുക്ക് ചെയ്യുള്ളൂ. സോ അതും ഏറെക്കുറെ പ്രോഫിറ്റ് കിട്ടിയിരുന്നേനെ. ഓക്കെ, ഫൈൻ. ഒരു ദിവസം ഒരു 2 ട്രേഡ് കൂടുതൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 അല്ല, മാക്സിമം 1 തന്നെ എടുക്കുകയുള്ളൂ. അതിലും ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതും ഒരു വിധത്തിൽ നല്ലതാണ്, നമുക്ക് ഉദ്ദേശിച്ച എൻട്രികൾ കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, ഫൈൻ. ദാറ്റ്സ് ഇറ്റ്.